എറണാകുളം കാക്കനാട് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയും അമ്മയും സഹോദരിയും ജീവനൊടുക്കിയത് അറസ്റ്റ് ഭയന്നെന്ന് നിഗമനം. സഹോദരിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് CBIയുടെ ചോദ്യം ചെയ്യലാണ് കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് വിലയിരുത്തുന്നു. മനീഷ് വിജയ് എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മനീഷ് വിജയ്, സഹോദരി ശാലിനി, അമ്മ ശകുന്തള എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഷീന മാർട്ടിൻ ചേരുന്നു. ഷീന, ഈ ആത്മഹത്യാക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പോലീസിന്റെ മറ്റ് നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ, കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന മനീഷ് വിജയുടെ ആത്മഹത്യാ കുറിപ്പെന്ന് സംശയിക്കുന്ന ഒരു കുറിപ്പാണ് ഇന്നലെ അവരുടെ ബെഡ്റൂമിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിരുന്നു ഇത്തരത്തിലൊരു കത്ത് അവിടെ ഉണ്ടായിരുന്നത്. കേരള പോലീസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു കത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പറയുന്ന വിവരങ്ങൾ വ്യക്തമായ വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ചെറിയ ചെറിയ സൂചനകൾ മാത്രമാണ്. തങ്ങൾക്ക് ഒരു സഹോദരി കൂടിയുണ്ട്, ആ സഹോദരിക്ക് തങ്ങളുടെ സ്വത്തുക്കൾ നൽകണം, സാമ്പത്തികമായ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആ സ്വത്ത് നൽകണം എന്നുള്ള സൂചനകൾ മാത്രമാണ് നിലവിൽ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ആ കത്ത് കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങൾക്ക് തരും, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകും. കത്തിലെ വിവരങ്ങൾ മാധ്യമങ്ങളിലോട് പറയും എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. എന്തു തന്നെയായാലും ഈ 3 പേരുടെ മരണവും അമ്മയുടെ മരണത്തിലും ആത്മഹത്യയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അമ്മ വിഷം കഴിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമോ ഉള്ള മരണമാണോ എന്നൊരു സംശയം കൂടി പോലീസ് പറയുന്നുണ്ട്. അത് പറയുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയസ്സായിട്ടുണ്ട്, പക്ഷേ പ്രായാധിക്യം മൂലമുള്ള ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നതായൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ജാർഖണ്ഡിലേക്ക് പോകുന്നതെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞതായി പറയുന്നു. പക്ഷേ അത്തരത്തിൽ അമ്മയ്ക്ക് ഏതെങ്കിലും അസുഖങ്ങൾ ഉള്ളതായൊന്നും അയൽവക്കക്കാർ ആരും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണത്തിലും ചെറിയൊരു സംശയം പോലീസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനും തെളിവുകളില്ല, അത് സാധൂകരിക്കുന്നതിന് കൃത്യമായ തെളിവുകളില്ല എന്നുള്ളതും അവിടെ നിലനിൽക്കുന്ന ഒരു ദുരൂഹത തന്നെയാണ്. എന്തു തന്നെയായാലും മറ്റു 2 പേരുടെയും മരണം, മനീഷിൻ്റെയും ശാലിനിയുടെയും മരണം ആത്മഹത്യയാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ശാലിനി വിജയ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായിരുന്നു. 2006 ജാർഖണ്ഡിൽ ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു. അതിനുശേഷം ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടാകുന്നു. അതിനുശേഷം സ്റ്റേറ്റുമായി ഒരു കേസ് നടക്കുന്നു. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ CBIയുടെ ചോദ്യം ചെയ്യലിന് കഴിഞ്ഞ 15-ാം തീയതി ശാലിനിയെ വിളിപ്പിക്കുന്നത്. അതിനുശേഷമാണോ ഈ ആത്മഹത്യ നടന്നത്? ആ ചോദ്യം ചെയ്യലിന് പോയതിന് ശേഷമാണോ, അതോ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആ കേസിൻ്റെ മറ്റ് വിവരങ്ങൾ എന്തായിരിക്കും എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ കേരള പോലീസ് തേടുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും കേരള പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള പല സാധ്യതകളാണ് തേടുന്നത്. അമ്മ മരിച്ചതിൻ്റെ മനോവിഷമമാണോ, അമ്മയുടേത് ആത്മഹത്യയാണോ, അല്ലെങ്കിൽ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ മരിച്ചതാണോ? ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മി പത്മ, ഇന്നലെ വൈകിട്ടോടെയാണ് ഇങ്ങനെ ഒരു വിവരം. കേരളമാകെ ഞെട്ടിപ്പോയി. ഒരു കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ ആത്മഹത്യ ചെയ്യുന്നു എന്ന നിലയ്ക്ക് വാർത്തയെത്തിയപ്പോൾ എങ്ങനെയാണ് ഈ മൃതദേഹം കാണുന്ന നിലയിലേക്ക് എത്തിയത്? ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് എങ്ങനെയാണ്? കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറായിരുന്ന മനീഷ് 3 ദിവസത്തെ അവധിക്കായിരുന്നു ഓഫീസിൽ ഹാജരായത്. ഓഫീസിൽ പറഞ്ഞത് 3 ദിവസത്തെ അവധി വേണമെന്നായിരുന്നു. 3 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ച് 6 ദിവസമായും 7 ദിവസമായും ഓഫീസിൽ തിരിച്ചെത്താതിനെ തുടർന്ന് കൂടെയുള്ള സഹപ്രവർത്തകർ അന്വേഷിച്ചു വരികയായിരുന്നു. അന്വേഷിച്ച് ഇവരുടെ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ, ഈ 114-ാം നമ്പർ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ മൃതദേഹം, അതായത് ആദ്യം കണ്ടത് ദുർഗന്ധമാണ്. ദുർഗന്ധം കണ്ടതിനെ തുടർന്നാണ് അടുത്തുള്ള കുട്ടികൾ, 2-3 ദിവസമായി അടുത്ത ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിലുള്ള കുട്ടികൾ നിരന്തരമായി പറയുന്നുണ്ട്, വീടുകളിൽ പോയും അതേപോലെ തന്നെ അടുത്ത് വരുന്ന ആളുകളോടും ഒക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്നൊരു ദുർഗന്ധം വരുന്നുണ്ടെന്ന്. പക്ഷേ തൊട്ടടുത്ത് തന്നെ പറമ്പായതുകൊണ്ട്
ആ പറമ്പിൽ എന്തെങ്കിലും ചത്തു കിടക്കുന്നതായിരിക്കും എന്ന് കരുതി ആ സമയങ്ങളിലൊന്നും 2-3 ദിവസം മുൻപൊന്നും ആരും തന്നെ അത് ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം അയൽപക്കക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം ഈ പറയുന്ന മനീഷ് ഈ അയൽവക്കക്കാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്തിയിരുന്നില്ല, ഒരു സൗഹൃദപരമായ ബന്ധം പുലർത്തിയിരുന്നില്ല. വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു, ആരോടും സംസാരിക്കാനില്ലാതെ ജോലിയിടത്തിലാണെങ്കിൽ പോലും ഒതുങ്ങി സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവർ ആരും അന്വേഷിച്ചു പോയിരുന്നില്ല. പിന്നീടാണ് ഈ ദുർഗന്ധം വന്നതിനെ തുടർന്നാണ് കുട്ടികൾ അവിടെ ചെന്ന് പറയുകയും അതിനെ തുടർന്ന് ഈ സഹപ്രവർത്തകർ വരുമ്പോഴാണ് ജനലിൽ കൂടി ഈ മൃതദേഹം കാണുന്നത്. പിന്നീട് പോലീസിനെ വിവരമറിയിച്ചു. തൃക്കാക്കര സ്റ്റേഷനിൽ നിന്ന് ACP അടക്കമുള്ളവർ വരുന്നു. പിന്നീടാണ് ഈ ശാലിനിയുടെ മൃതദേഹം പുറത്തെ അടുക്കള ഭാഗത്തെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കാണുന്നു. അതിനുശേഷം ഫോറൻസിക് സംഘം എത്തുന്നു. 7 മണിയോടുകൂടി തന്നെ പോലീസ് വിവരങ്ങൾ എല്ലാവരെയും അറിയിച്ചു. അതിനുശേഷം ഫോറൻസിക് സംഘം എത്തി ഏകദേശം ഒരു 9:30 മണിയോ 10 മണിയോടുകൂടിയാണ് ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നത്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ച, മുൻഭാഗത്തെ മുറിയിൽ മനീഷ് തൂങ്ങി നിൽക്കുന്നതും ആ മൃതദേഹത്തിന് ഏകദേശം 4 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മൃതദേഹം ഇവർ തൂങ്ങി ആത്മഹത്യ ചെയ്തത് 4 ദിവസം മുൻപാണ്, 5 ദിവസം മുൻപാണ് എന്നൊക്കെ കരുതപ്പെടുന്നു. ആ സമയത്ത് കിട്ടിയ പ്രാഥമിക വിവരം അനുസരിച്ച് ആ മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. ശാലിനിയുടെ മൃതദേഹത്തിനും ഇതേ പഴക്കമുണ്ടായിരുന്നു. അമ്മയുടെ മൃതദേഹത്തിൻ്റെ പഴക്കത്തിൻ്റെ കാര്യം ഇതുവരെ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അമ്മ അതിനു മുൻപ് മരിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുക. ലക്ഷ്മി പത്മ, കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അത് പുറത്തേക്ക് വരിക. ഷീന മാർട്ടിനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.